ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴത് കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ കണ്ണൻ പതിവ് പോലെ തന്നെ ട്യൂഷന് പോകാനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കണ്ണന് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇന്നലെ വെച്ച സാമ്പാർ ഉണ്ടായിരുന്നേ. ഇപ്പോൾ രാവിലെ ദോശയും സാമ്പാറും ഒക്കെ എന്ന് വിചാരിച്ചു. സാമ്പാർ ചൂടാക്കി എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ദോശയും കൂടെ ചുട്ട് കഴിഞ്ഞാൽ അവന് കഴിക്കാനായിട്ട് കൊടുക്കാൻ തുടങ്ങുവാണ്. നമുക്കിന്ന് നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. എല്ലാവർക്കും മഴയൊക്കെ നല്ലപോലെ കിട്ടിക്കാണുമല്ലോ. ഇന്നലൊക്കെ ഇവിടെയൊക്കെ നല്ല മഴയുണ്ട്. ശരിക്കും ഒരു മഴക്കാലത്തിൻ്റെ സിറ്റുവേഷനായി തുടങ്ങിയിട്ടുണ്ട്. തണുപ്പും ഒക്കെ ആയിട്ടുണ്ട്. എല്ലാവർക്കും വെള്ളമില്ലാത്തവർക്കൊക്കെ വെള്ളമൊക്കെ ആയെന്നൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ട്. എന്നാലും ചൂടിനൊക്കെ ഒരു മാറ്റം വരാൻ തുടങ്ങുമെന്ന് തോന്നുന്നു. അപ്പം ഞാനിനി കണ്ണന് കഴിക്കാനൊക്കെ കൊടുക്കട്ടെ. ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡിയാക്കാൻ തുടങ്ങുവാണേ. എന്നാന്നറിയാം, ഇത് 2 ദിവസമായിക്കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാണ്ട് ഒരു മൂഡില്ലെന്ന്. ഭയങ്കര മടി. അതാ ഇന്നലെ വീഡിയോ ഒന്നും ഇടാതിരുന്നില്ല. മിനിഞ്ഞാന്ന് വീഡിയോ ഇടാതിരുന്നത്. എല്ലാം ഭയങ്കര മടി പിടിക്കും. മടി പിടിച്ച് ഭയങ്കര മടിയാവും. കാബേജ് നമ്മുടെ മുറ്റത്ത് നിന്ന് മുഴുവൻ പറിച്ചു കേട്ടോ. ഇനി ഒരു 2 ഇതും കൂടി ഇരിപ്പുണ്ട്. ബാക്കി ഇന്നത്തേക്ക് എടുത്തു. അതിനെ അടുത്ത ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കാബേജിന്റെ പരിപാടിയെല്ലാം തീരാറായി. മുഴുവനും പറിച്ചെടുത്താണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, മഴയായപ്പോഴത്തേക്ക് രണ്ടും നല്ല കളഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ളതെല്ലാം ഇങ്ങനെ എടുത്തേക്കാന്ന് വിചാരിച്ചു. നിർത്തി വെറുതെ അളിച്ച് കളയുന്നതിനകത്ത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാബേജ് കളഞ്ഞാൽ ഭയങ്കര വാടയാണ്. അതിൻ്റെ ഇല കിടന്നെങ്കിൽ ഒരുമാതിരി പന്ന നാറ്റമാണ്. നമുക്ക് ഛർദ്ദിക്കാൻ പറ്റും. അതുകൊണ്ട് അതെല്ലാം വാരിക്കളഞ്ഞു. ബാക്കി ഉണ്ടായിരുന്ന എല്ലാം പറിച്ചെടുത്തു. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി. വെണ്ടയ്ക്ക എല്ലാം അച്ചിരുന്ന് അരിഞ്ഞാണ് കേട്ടോ. നമ്മളെല്ലാം അരിഞ്ഞ് എന്നിട്ട് അത് പോയിരിക്കണം. തീ വറുത്തിട്ടു. വെണ്ടയ്ക്ക അവിടെ കിടന്ന് വേകട്ടെ. പിന്നെ ചമ്മന്തി അരയ്ക്കാനായിട്ടാണ്. ചമ്മന്തി അരയ്ക്കാനായിട്ട് പച്ചമുളക് ഒഴിക്കുന്നു. ചമ്മന്തി അരയ്ക്കാനായിട്ട് പച്ചമുളക് ഉള്ളിയും പുളി ഇതൊക്കെ അരയ്ക്കല്ലേ. അങ്ങനെ അരയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങ കബയിനകത്തിലും ബാക്കി ഞാനിവിടെ മിക്കപ്പോഴും ചമ്മന്തി അരയ്ക്കുന്നത് അരകല്ലിൽ തന്നെയാണ്. അപൂർവമുള്ള മിക്സിയിൽ അരയ്ക്കുന്നത്.
അപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചേച്ചി പറയുന്നതായിട്ട് വീവ് കിട്ടാൻ വേണ്ടി വീവ് കിട്ടാൻ വേണ്ടി നല്ല ചേച്ചി നമുക്കറിയാം ഇത്ര കിട്ടുള്ളൂ. ഏത് വീഡിയോ ഇട്ടാലും എത്രമാത്രം പോകുന്നുള്ളത് നമുക്കൊരു ധാരണയുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടി കിടന്ന് മെനക്കെട്ട് ചെയ്യാറൊന്നുമില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടമാണ് വീഡിയോയിലൂടെ ഒക്കെ ഇങ്ങനെ ഈ അരകല്ലിൽ അരയ്ക്കുന്നതൊക്കെ കാണുന്നതും അരകല്ലിൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കുന്നത്. അപ്പം അതുപോലെ ഇഷ്ടമുള്ള കുറച്ച് പേരെങ്കിലൊക്കെ കാണുമല്ലോ. അവർക്ക് അന്നേരം ഒന്ന് സന്തോഷം ആയിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഞാൻ അപൂർവമുള്ള അരയ്ക്കുന്നൊക്കെ എടുക്കുന്നത് ഒത്തിരി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒത്തിരി നാൾ വീഡിയോയിലൂടെ കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്കൊന്നും ഇങ്ങനെ ചെയ്യും. ഇന്നത്തെ ഒന്നും എടുക്കുന്നില്ല, ഇന്നത്തെ കല്ലിൽ അരച്ചൊന്നും വരുന്നേ ഉള്ളൂ. പിന്നെ വീട് കിട്ടണമെന്നാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. കിട്ടിയാൽ കിട്ടി. ഞാനിപ്പോൾ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. വീവ് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ദിവസവും വീഡിയോ ഇടുന്നു. എനിക്ക് ഇടാൻ പറ്റുന്ന ദിവസമൊക്കെ വീഡിയോ ഇടുന്നു. പോകുന്നിടത്തോളം പോട്ടെ. നിർത്തണമെന്ന് തോന്നുമ്പം അന്ന് അത് നിർത്തിയേച്ച് ഞാൻ പോകും. അതേ ഉള്ളൂ. വേണ്ട എനിക്കിനി ഇതൊന്നും നിങ്ങൾ മെനക്കെടാൻ വയ്യ, ഇതൊക്കെ എനിക്കൊരു മടിയായി തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നിർത്തിയേച്ച് പോകത്തേ ഉള്ളൂ. പിന്നെ എന്നെ വന്നാലും ഇതിൽ നിന്ന് ഒരു പ്രാവശ്യം എങ്കിലും കുറച്ച് പൈസ എങ്കിലും ഞാൻ എൻ്റെ കൈ മേടിച്ചിട്ടേ ഞാൻ ഇതിൽ നിന്ന് പിന്മാറത്തുള്ളൂ. അല്ലാതെ ഒന്നും കിട്ടാതെ ഞാൻ പോകത്തില്ല. ഇച്ചിരിയെങ്കിലും അതൊരു 100 രൂപയാണെങ്കിലും മതി, അത് കിട്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ നിന്ന് പിന്മാറത്തുള്ളൂ. എനിക്കും ബോറടിച്ച് തുടങ്ങി. ഇപ്പം അങ്ങനെ വീഡിയോ എടുക്കാനാണെങ്കിലും മടി. അതിൻ്റെ പോകുന്നിടത്തോളം പോട്ടെ. വേണ്ടാന്ന് തോന്നുന്നതിൻ്റെ അന്ന് ഞാൻ നിർത്തും. ഇപ്പൊ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അവിടെ കിടന്ന് സെറ്റ് ആട്ടെ. ഞാൻ അന്നത്തേക്ക് പോയി അരച്ചോണ്ട് വരട്ടെ. നമ്മുടെ കാബേജിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. അതൊന്ന് വരട്ടെ. ഇത് ഞാൻ ഇതിൻ്റെ കൂടെ ബാക്കി പുളിയും പിന്നെ ചുമന്നുള്ളിയൊക്കെ എടുക്കട്ടെ. പച്ചമുളക് വെച്ചരയ്ക്കുമ്പോൾ ഞാൻ ഇഞ്ചി ചേർക്കാറില്ല കേട്ടോ. ഈ മുളക് ചുട്ടരയ്ക്കുന്നതിന് മാത്രമുള്ളൂ ഞാൻ ഇഞ്ചി വെച്ചരയ്ക്കുന്നത്. പച്ചമുളക് എടുക്കുമ്പോൾ ഇഞ്ചി ചേർക്കാറില്ല. ഇന്നാൾ കൊണ്ടുവന്ന പുളി എല്ലാം തീർന്നു. അത് മൊത്തവും ഉരുവായിരുന്നു. ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ട് എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. പ്രാവശ്യം കണ്ടിട്ട് അതുപോലെ തന്നെ ഞാൻ തോന്നുന്നു. നിറച്ചും പുഴുവ. മഴയൊക്കെ പെയ്തെങ്കിലും ഉണ്ടല്ലോ, അടുക്കള ഒരു ഇച്ചിരി നേരം നിന്ന് കഴിയുമ്പോഴത്തേക്ക് ചൂടെടുത്ത് ചാവുമോ മനുഷ്യൻ. നല്ല ചൂടുണ്ട് അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്. കിടഞ്ഞില്ല പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് 1 മിനിറ്റ് എനിക്ക് നോക്കിയോ. ഇതെല്ലാം ഒന്ന് അരച്ചോണ്ട് വരട്ടെ. മത്തി വറക്കണുണ്ട്. മത്തി വറുത്ത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ കാബേജ് തോരൻ ശരിയായി, ഇതൊക്കെ റെഡിയായി. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, കോവയ്ക്കാന്നും പാവയ്ക്കാന്നും ഒക്കെ വായി കൊടുക്കും. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി അത് സെറ്റായി. പിന്നെ നമ്മുടെ കല്ലിലരച്ച ചമ്മന്തി റെഡിയായി. ഇനി ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ പോകണം. എന്നാന്നറിയത്തില്ല, വീഡിയോ ഒന്നും എടുക്കാണ്ട് ഇപ്പം പഴയ പോലെ ഒരു ഉത്സാഹം കിട്ടുന്നില്ല. മറ്റേതൊരു പാട്ടൊക്കെ പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം എന്നെ തോന്നുന്നു ഒരു മൗനം പോലെ പോവാം. എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ അച്ചു? ഭയങ്കര മടി പിടിക്കുക. ചുമ്മാ എവിടെയെങ്കിലും ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടല്ലേ ഇരിക്കാം. സമയം അങ്ങനെ അങ്ങ് പോകും. ചോറൊക്കെ ഇനി ഞങ്ങൾ ഉണ്ണട്ടെ. കാബേജ്, മത്തി വറുത്തത്, മെഴുക്ക് പുരട്ടി, ചമ്മന്തി. ഇത്രയും നല്ല നാടൻ അടിപൊളി ടേസ്റ്റിലായിട്ടുള്ള ഫുഡാണെന്ന്. അപ്പോൾ ഇവിടെ കുറേ ദിവസങ്ങളായിക്കൊണ്ട് ഇങ്ങനെയൊക്കെയാണ്. മത്തി വറുത്തതും മത്തി കറി വെച്ചൊക്കെ ഒരു പ്രത്യേകം. ഇപ്പോൾ കിട്ടുന്ന മത്തിയെല്ലാം നല്ല മത്തിയാട്ടോ. നല്ല പച്ച മത്തിയുമാണ്, വലിയ മത്തിയാണ്. അതിനകത്ത് പനിഞ്ഞിലും ഉണ്ട്. അതുകൊണ്ടുണ്ടല്ലോ നല്ല രുചിയാണ് മത്തിക്ക്. ഉത്തരവാദിത്തമുള്ള ആളാന്ന് നോക്കിയാൽ പേര് മഴയത്ത് കൊടയും ചൂടി ഇന്ന് വണ്ടി ഒഴുകുന്നുണ്ടോ?
കൂടെ എൻ്റെ കെട്ടിയാലും ഉണ്ട്, ഷർട്ട് ഇട്ടിട്ടില്ല. ഈ പേര് മഴയത്ത് കഴുകണമായിരുന്നോ? ഈ പേര് മഴയത്ത് കഴുകണമായിരുന്നോ? മഴയ്ക്ക് മുന്നേ എല്ലാം ഒന്ന് വൃത്തിയാക്കണമെന്ന് വിചാരിച്ചാന്നേ ഒന്നും നടന്നില്ല. നല്ല മഴയാണ്. ഇനിയിപ്പോൾ കണ്ണനും ഞാനും കൂടെ ഇങ്ങോട്ട് ഇറങ്ങുക. മഴത്ത് തന്നെ അങ്ങ് ഇറങ്ങുക. മഞ്ഞാണോ അതോ മഴയുടെ ഇതാണോ? നല്ല മഞ്ഞ് പോലെ ഇരിക്കുന്നു. എന്തോ രാവിലെ തൊട്ട് വൃത്തിയാക്കണമെന്ന് ഓർത്തിരുന്നാൽ മതി. ഒന്നും നടന്നില്ല. അപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്ക് തൂക്കാനൊക്കെ ഇറങ്ങി കഴിഞ്ഞ് പിന്നെ അടുക്കളയിലോട്ട് കയറാനായിട്ട് അങ്ങ് മടിയാകുമേ. അപ്പോൾ അതുകൊണ്ട് ഉച്ച കഴിയട്ടെന്നൊക്കെ ഓർത്തിരുന്നു. പക്ഷേ ഇന്ന് നേരത്തെ മഴയങ്ങായി. മഴ പെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവിടെ വെള്ളം വന്ന് കെട്ടിക്കിടക്കുകയെ. അപ്പുറത്തെ ആ പറമ്പിൽ അപ്പുറത്തെ വീട്ടിലെ റംബുട്ടാൻ്റെ കമ്പെല്ലാം ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഈ പൊഴിഞ്ഞ് ഒരുപാട് വീഴും. അപ്പോൾ അതവിടെ ഒന്ന് ഓവിനകത്തോട്ടങ്ങ് വയ്ക്കുന്നതുകൊണ്ടുണ്ടല്ലോ, നമ്മൾ പൈപ്പ് ഇട്ടേക്കുമല്ലോ ഇവിടെ ഈ കട്ട ഇങ്ങനെ കെട്ടിയപ്പം. അപ്പോൾ അതുകൊണ്ട് അവിടോട്ട് വന്ന് അടഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വെള്ളം പോകത്തില്ല. അപ്പോൾ വെള്ളം എല്ലാം കെട്ടി ഇവിടെ കിടക്കും. എല്ലായിടത്തും വന്നിട്ട് ആ വന്നങ്ങ് അടയും. അടഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വെള്ളം പോകത്തില്ല. അപ്പോൾ അത് എല്ലാം ഒന്ന് ക്ലീനാക്കി എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടണം. പിന്നെ മുറ്റത്ത് കിടക്കുന്ന തൊണ്ടയെല്ലാം. പിന്നെ കണ്ണൻ എൻ്റെ കൂടെ റിങ്ങിനാകുമല്ല. കുറച്ച് നേരം ചേട്ടൻ കൂടി, പിന്നെ കണ്ണനാണ് ബാക്കിയെല്ലാം വൃത്തിയാക്കിയത്. ഇപ്പം കയറിപ്പോയി. പിന്നെ ഞാനാ ചെയ്തത്. എവിടോ നല്ല വൃത്തിയായില്ലേ? മുറ്റം നല്ല സെറ്റായില്ലേ? റിങ്ങിനകത്ത് മുഴുവൻ അഴുക്കും പോയി. റിങ് അവൻ വൃത്തിയാക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ വലിയൊരു മഴ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെയും ചെറിയ വീഡിയോക്കെ ആയിരിക്കും. ഒന്നും അറിയത്തില്ല. ഞാനങ്ങ് എടുത്തു പോയിട്ട് അവസാനം പറയുമ്പോഴത്തേക്ക് ഇനി എഡിറ്റ് ചെയ്യുമ്പോഴറിയാം കൂടുതലാണോ കുറവാണോ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. നല്ല ഈ മഴക്കാലം തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. ഇന്ന് വലിയ ഇടിയൊന്നും ഇല്ലാത്ത മഴയായിരുന്നു. അതുകൊണ്ട് പിന്നെ മഴയത്തിറങ്ങാൻ പറ്റി. നല്ലൊരു കാലാവസ്ഥ. ഇപ്പം ഞങ്ങളൊരു ചൂട് കട്ടൻ കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് പോവുകയാണേ. നമുക്കിനി നാളെ കാണാം.